ഹായ് മക്കളെ, ഇപ്പോൾ നമ്മൾ ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞു. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി എല്ലാം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് റിവിഷൻ്റെ കാലമാണ് അല്ലേ? അപ്പോൾ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ? ഞാൻ പറയാം. അതായത് എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. GIB എക്സാമിന് വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? ഫോർ എക്സാമ്പിൾ കെമിസ്ട്രിയിലുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം, അല്ലെങ്കിൽ സം ബേസിക് കൺസെപ്റ്റ്, അതിലൊക്കെ നമ്മൾ എപ്പോഴും പഠിക്കുന്ന ബേസിക് ഫോർമുല പോലും ഇപ്പോൾ നമ്മൾ ആലോചിച്ചെടുക്കുമ്പോൾ നമുക്കത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കിട്ടുന്നുണ്ടാവില്ല. എല്ലാ മക്കളും ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ടോപ്പിക്ക് പോലും ഇപ്പം നമുക്ക് ഓർമ്മയില്ല. പക്ഷേ അതൊന്നും കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഇപ്പം എല്ലാം ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എത്രത്തോളം നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് ആക്ച്വലി നമ്മൾ അങ്ങോട്ടുള്ള നീറ്റിൻ്റെ സ്കോർ എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ ഏതൊരു എക്സാമിന് വേണ്ട ഏറ്റവും മെയിൻ കാര്യമാണെന്ത്, ലാസ്റ്റിലോട്ടുള്ള റിവിഷൻ. നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടെന്നല്ല ഉദ്ദേശിച്ച്, ഫസ്റ്റ് നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ലാസ്റ്റിലോട്ട് എത്രത്തോളം എഫക്റ്റീവായിട്ട്, എത്രത്തോളം സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് റിവിഷൻ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മളെ നീറ്റിൻ്റെ റാങ്കും എന്ത് ചെയ്യുക, തീരുമാനിക്കുക. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിങ് ആയിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈലം XPL 3.0 എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ XPL 3.0യിൽ ഓരോരോ ചാപ്റ്റേഴ്സും ഓരോരോ മൊഡ്യൂളുകളായിട്ട് തിരിച്ച് ഓരോരോ മൊഡ്യൂളിൻ്റെയും ടോപ്പിക്ക് നിങ്ങൾക്ക് എടുത്തതിന് ശേഷം അതിനൊരു എക്സാം അവർ കണ്ടക്ട് ചെയ്യും. പിന്നെ മൊഡ്യൂൾ 2 പോകും. പിന്നെ ആ മൊഡ്യൂൾ 2ൻ്റെ എക്സാമും അതിൻ്റെ കൂടെ തന്നെ മൊഡ്യൂൾ 1 ആദ്യം കവർ ചെയ്ത ടോപ്പിക്കിൻ്റെ ഒരു 10% ക്വസ്റ്റ്യൻസ് അവരെന്ത് ചെയ്യും, ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ XPL 3.0 കംപ്ലീറ്റ് ആവുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളെ അറിയാണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, 2, 3, 4 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടോപ്പിക്ക് തന്നെ റിവിഷൻ ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. അത് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരുന്നാൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സമയമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത്. അതിന് പകരം ഇതൊക്കെ ഒരു കോമൺ ആണ് എന്നും ഈ പഠിച്ച കാര്യം മറക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാ കുട്ടികൾക്കുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ സമയത്ത് ഈ ഒരു മറവി ശരിയാക്കാൻ, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനാണ് ഇനി അങ്ങോട്ടുള്ള ഒരു 3 to 4 മന്ത് ഉള്ളത്. അപ്പോൾ ആ സമയത്ത് നല്ലപോലെ എഫക്റ്റീവായിട്ട് പഠിക്കുക. അല്ലാണ്ട് ടെൻഷൻ അടിച്ചിരുന്നാൽ വാല്യുബിൾ ആയിട്ടുള്ള സമയമാണ് നമ്മളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, പോയി പോകുന്നത്. അപ്പോൾ ആ കാര്യം മക്കൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ലാസ്റ്റിൽ ഏതൊരു എക്സാമിനും നമ്മൾ ലാസ്റ്റിൽ പഠിച്ചത് നമുക്ക് ആക്ച്വലി ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഏകദേശം ആയിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഫസ്റ്റിൽ എത്രത്തോളം എഫേർട്ട് കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ഡബിൾ എഫേർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൊടുക്കാൻ പറ്റണം. അടുത്തൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, റിസൾട്ട് ആലോചിച്ച് മക്കൾ എന്ത് ചെയ്യുക, പഠിക്കാണ്ടിരിക്കുക. അതായത് കിട്ടുമോ കിട്ടൂലേ, അത് ആക്ച്വലി നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങളുടെ കാരണം വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ എക്സാം കൊളാക്കി പോകരുത്. ഈ ഒരു നീറ്റിന് ആക്ച്വലി ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്യണ്ട. സാധാ കുട്ടികൾ ചെയ്യുന്ന പോലെ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക, അതേപോലെ ഫുഡ് കഴിക്കേണ്ട സമയത്ത് ഫുഡ് കഴിക്കുക. നല്ലപോലെ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുക. അല്ലാണ്ട് ഈ ഉറങ്ങുന്ന സമയത്തൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അവസാനം നമ്മളെ ഹെൽത്ത് എന്തായി പോകും. എക്സാമിൻ്റെ ഒരാഴ്ച മുന്നൊക്കെ ഹെൽത്ത് മോശമായി പോയാൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എക്സാം നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യം മക്കൾ വളരെ ശ്രദ്ധിക്കണം. ഹെൽത്ത് എപ്പോൾ നിങ്ങൾ നോക്കണം. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, പക്ഷേ ഉദ്ദേശിച്ചത് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റണം, മക്കൾക്ക് പോകാൻ പറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഒരു പ്രോപ്പർ റിവിഷൻ, പിന്നെ എക്സാം എഴുതിയിട്ടുള്ള ഒരു പരിചയം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോപ്പർ റിവിഷനും ഈ എക്സാം എഴുതിയിട്ടുള്ള കുറേ മോക്ക് എക്സാമുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതിപ്പിക്കുന്നുണ്ട്. ഈ 2 കാര്യവുമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, XPL 3.0 എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കുക. അടിപൊളിയായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓരോരോ ടോപ്പിക്കും എന്ത് ചെയ്യും, റിവിഷൻ ചെയ്തെടുക്കും. അത്യാവശ്യം ബേസ് ഉള്ള മക്കളാണെങ്കിൽ നമുക്ക് ഈ ഒരു XPL 3.0 തന്നെ ഫുൾ ടോപ്പിക്ക് കവർ ചെയ്തിട്ട് കുറേ എക്സാം എല്ലാം എഴുതിയിട്ട് ടെൻഷൻ ഇല്ലാണ്ട് നല്ല അറ്റ്മോസ്ഫിയറിൽ പഠിച്ചിട്ട് ലാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക, ഫുഡ് കഴിക്കേണ്ട സമയത്ത് ഫുഡ് കഴിക്കുക, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക, ചില്ലായിട്ട് മക്കൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.